കഴിഞ്ഞ 59 വർഷത്തിൽ ദ്രാവിഡം എന്നുള്ളൊരു പേരില്ലാത്ത ഒരു പാർട്ടി ആദ്യമായി തമിഴ്നാട് ഭരിക്കുകയാണ്. വെറും 2 വർഷം കൊണ്ടാണ് നടൻ വിജയ് ഇത് നേടിയെടുത്തത്. 2024 ആദ്യമായി പാർട്ടി രൂപീകരിച്ചത്. ഇന്നതാ 2 വർഷത്തിന് ശേഷം ആർക്കും സ്വപ്നം പോലും കാണാത്തത്ര വിജയത്തിൽ വിജയ് നാട് ഭരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു. തന്നെ ഇത്രയും ദൂരം സ്നേഹിച്ച് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാ ജനത്തിനു വേണ്ടിയായിരിക്കും എന്റെ ഓരോ ദിവസവുമെന്ന് വിജയ് ആവർത്തിച്ച് പറയുകയാണ്. മുൻപ് ഒരു മുഖ്യമന്ത്രിയും സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം അതിനു മുൻപായിരുന്നു. എന്തിന് തന്റെ പാർട്ടിയിലുള്ള ആരെങ്കിലും ശരി TVK വിജയിച്ചു, ഇനി ആർക്കും എന്തും ആവാം എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ നിമിഷം അവരുടെ മനസ്സിൽ നിന്നും മാറ്റിക്കളയണമെന്നാണ് നടൻ വിജയ് പറയുന്നത്. തന്റെ പാർട്ടിയിലുള്ളവർ തെറ്റ് ചെയ്താൽ പോലും പുറത്താക്കുമെന്നും തമിഴ്നാട്ടിൽ പുതിയ ഭരണവും പുതിയ രീതികളും മാറ്റങ്ങളും വരാൻ പോകുന്നുവെന്ന് വിജയ് ആവർത്തിച്ച് പറയുകയാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ വിജയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് പേരാണ് രംഗത്ത് വരുന്നത്. മുൻപ് വിജയ്ക്കെതിരെ ആഞ്ഞടിച്ച കമലഹാസനും പ്രകാശ് രാജും രജനികാന്തും ഒക്കെ ഇപ്പോഴിതാ വിജയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. നടൻ വിജയെ ഇന്ന് എല്ലാവരും പ്രശംസിക്കുകയാണ്. 2 വർഷത്തിൽ ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ച് 108 വോട്ടുകളുമായി മുന്നിട്ട് നിൽക്കുകയും തുടർന്ന് മറ്റുള്ള പാർട്ടികളുടെ പിൻബലത്തിൽ ഇപ്പോഴിതാ വിജയ് സ്ഥാനവും ഏൽക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. എന്തിന് തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇന്ന് കേരളത്തിലെ വിജയുടെ ആരാധകർ പോലും ആഘോഷത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയണം. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.